Yes. Are you ready? Yes. Again, I am back with the second pronoun, compound personal pronoun. നോക്കാം. Let's start. When self is added to my, your, him, her, it. Okay. ഇവിടെ ചെറിയൊരു വേർഡ് സെൽഫ് എന്ന് പറയുന്ന ഒരു വേർഡ് എന്തിന്റെ കൂടെ ആഡ് ചെയ്യാണ്? നമ്മൾ പഠിച്ചിട്ടുള്ള കോമ്പൗണ്ട് ആയിട്ടുള്ള അല്ലെ പ്രോണൗൺ ആയിട്ടുള്ള മൈ, യുവർ, ഹിം, ഹർ, ഇറ്റ്. ഓക്കെ, ഇത്രയും പ്രോണൗണിന്റെ കൂടെ സെൽഫ് എന്ന് പറയുന്ന വാക്ക് ആഡ് ചെയ്യുകയാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ സെൽവ്സ്. എന്താണ് സെൽവ്സ്? അവർ, യുവർ, ധം. ഓക്കെ, ഇത്രയും വേർഡിന്റെ കൂടെ സെൽവ്സ് എന്ന് പറയുന്ന ഒരു വേർഡും കൂടെ ആഡ് ചെയ്യുകയാണ്. അപ്പോഴാണ് എന്താണ്? കോമ്പൗണ്ട് ചെയ്യുകയാണ്. ഓക്കെ, രണ്ട് വേർഡുകൾ തമ്മിൽ എന്ത് ചെയ്യാണ്? കോമ്പൗണ്ട് ചെയ്യുകയാണ്. നോക്കാം ഏതൊക്കെയാണ്? സെൽഫ് എന്തിന്റെ കൂടെയാണ് ആഡ് ചെയ്യുന്നത്? മൈ, യുവർ, ഹിം, ഹർ, ഇറ്റ്. ഓക്കെ, ദെൻ സെൽവ്സ് എന്തിന്റെ കൂടെയാണ്? അവർ, യുവർ, ദം. ഓക്കെ, ഇത് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി പണ്ടേ പറഞ്ഞു പഠിച്ചിട്ടുണ്ടാവും. ഇത് ഈ ആഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് അറിയാം. മൈ സെൽഫ്, യുവർ സെൽഫ്, ദം സെൽഫ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി പഠിച്ചിട്ടുള്ളതാണ്. ഇത് ഒരു തിയറി പാർട്ടാകുമ്പോൾ ഇങ്ങനെ പറയുക എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ് അല്ലെ? മൈ സെൽഫ്, ഹർ സെൽഫ്, ഇറ്റ് സെൽഫ് എന്നൊക്കെ പറഞ്ഞ് ശീലമായിട്ടുണ്ടാവും. അത് തന്നെയാണ് ഇത്. ഓക്കെ, ദെൻ എക്സാമ്പിൾ നോക്കാം. ഐ ക്യാൻ കുക്ക് മൈസെൽഫ്. എന്താണ്? ഐ ക്യാൻ കുക്ക് മൈസെൽഫ്. എനിക്ക് എന്ത് ചെയ്യും? എനിക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ കഴിയും? കുക്ക് ചെയ്യാൻ കഴിയും. ദെൻ വി ക്യാൻ കുക്ക് അവർ സെൽഫ്. എന്താണ്? വി ക്യാൻ കുക്ക് അവർ സെൽഫ്. ഇവിടെ വി വന്നുകൊണ്ടാണ് എന്ത് വന്നത്? അവർ വന്നത്. ഓക്കെ, ദെൻ യു ക്യാൻ ഹെൽപ്പ്. എന്താണ്? യു ക്യാൻ ഹെൽപ്പ് യുവർ സെൽഫ്. നിനക്ക് നിന്നെ തന്നെ എന്ത് ചെയ്യാൻ കഴിയും? സഹായിക്കാൻ കഴിയും. ഓക്കെ, ദെൻ he can help himself. എന്താണ്? he can help himself. okay, she can help herself. എന്താണ്? she can help herself. അവളെ സഹായിക്കാൻ കഴിയും. then നമുക്കൊരു പേഴ്സൺസിനെ കഴിഞ്ഞിട്ട് നമുക്കൊരു തിങ്ങിനെ വെച്ച് നോക്കാം. എ ടോയ് ക്യാൻ വാക്ക് ഇറ്റ് സെൽഫ്. എന്താണ്? ഒരു വസ്തുവൊക്കെ വരുമ്പോ എന്താണ് വരുന്നത്? ഇറ്റാണ് വരുന്നത്. ഓക്കെ, ദ ടോയ് ക്യാൻ വാക്ക് ഇറ്റ് സെൽഫ്. ആ ടോയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയും? സ്വയം നടക്കാൻ കഴിഞ്ഞു. കണ്ടിട്ടില്ലേ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാലൊക്കെ, കീയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നടക്കുന്ന പാവകളും ഡാൻസ് കളിക്കുന്ന പാവകളൊക്കെ ഇല്ലേ? അപ്പോ എ ടോയ് ക്യാൻ വാക്ക് ഇറ്റ് സെൽഫ്. ഓക്കെ, ദെൻ they can help themselves. എന്താണ്? they can help themselves. നോക്കാം, ഇവിടെ she വരുമ്പോ herself ആണ്, he വരുമ്പോ himself, you yourself, we ourself, I myself. okay, clear അല്ലേ? then നോക്കാം. ഇനി ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ സെൽഫ് വെച്ചിട്ടുള്ള വാക്കുകൾ, ഇത് ചിലതൊക്കെ എന്താണ്? സിംഗുലർ ആണ്, ചിലതൊക്കെ എന്താണ്? പ്ലൂറൽ ആണ്. അപ്പൊ ഓക്കെ, അപ്പൊ സെൽഫ് വെച്ചിട്ടും സെൽഫ്സ് വെച്ച് വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഡിഫറൻസ്, അതിൽ എന്താണ് സിംഗുലർ, എന്താണ് പ്ലൂറൽ എന്ന് നോക്കാം. ഓക്കെ, ഒരു സംശയം വേണ്ട. സെൽഫ് ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ആരുടെ കൂടെയായിരുന്നു? മൈ സെൽഫ്, ഹെർ സെൽഫ്, ഹിംസെൽഫ്, യുവർ സെൽഫ്, ഇറ്റ് സെൽഫ്. ഇത്രയുമാണ് എന്ത് മക്കളെ? ഇത്രയാണ് എന്ത്? സിംഗുലർ. ദെൻ പ്ലൂറൽ ഏതൊക്കെയാണ്? അവർ സെൽഫ്, യുവർ സെൽഫ്, ദം സെൽഫ്. അല്ലെ? ഒരുപാട് പേരുണ്ടാകുമ്പോ എന്താണ്? പ്ലൂറൽ ആണ്. അപ്പൊ ഈ ഒരുപാട് പേരെ കൂട്ടിച്ചേർത്തിട്ടുള്ള വാക്ക് എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും അത് എന്തായിരിക്കും? പ്ലൂറൽ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പൊ സെൽഫ്സ് വരുമ്പോ എന്താണ്? പ്ലൂറലും. സെൽഫ് വരുമ്പോ എന്താണ്? സിംഗുലറുമാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ദെൻ കോമ്പൗണ്ട് പേഴ്സണൽ പ്രോണൗൺസ്. ഇനി നമുക്ക് ഇതിനെ രണ്ടായിട്ടൊന്ന് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഈ കോമ്പൗണ്ട് പേഴ്സണലിനെ നമുക്ക് വീണ്ടും അഗൈൻ ഡിവൈഡഡ് ഇൻടു 2. എത്രയാണ്? 2. then that is reflexive pronoun, emphatic pronoun. എന്താണ്? reflexive pronoun, emphatic pronoun. നോക്കാം. ഫസ്റ്റ് വൺ റിഫ്ലെക്സീവ് പ്രോണൗൺ. എന്താണ് റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞാൽ? ആ വേർഡ് നിങ്ങൾ കേട്ട് റിഫ്ലക്ട് ചെയ്യുക. കണ്ടിട്ടില്ലേ? ചില സമയത്ത് നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് റിഫ്ലക്ട് ചെയ്യും. നമ്മൾ ചില സമയത്ത് അങ്ങോട്ടൊരു കല്ലെടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കല്ല് അവിടെ തട്ടിയിട്ട് നേരെ ഇങ്ങോട്ട് നമ്മുടെ നേരെ നെറ്റിയിലോട്ടൊക്കെ തന്നെ ആയിരിക്കും വരിക. അതിന്റെ റിഫ്ലക്ഷൻ നേരെ ഇങ്ങോട്ട് തന്നെ റിഫ്ലക്ട് ചെയ്യും. അല്ലെ? എറിയുന്നത് നമ്മൾ തന്നെയാണ്, അനുഭവിക്കുന്നത് എന്താണ്? നമ്മൾ തന്നെയാണ്. അല്ലെ? ചില സമയത്ത് ഒരു ലൈറ്റ് ഒക്കെ എടുത്ത് അങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ അത് റിഫ്ലക്ട് ചെയ്ത് നേരെ നമ്മുടെ മുഖത്തോട്ട് തന്നെ വരാറുണ്ട്. അല്ലെ? അത് തന്നെയാണ്. ഓക്കെ, ഇവിടെ ചെയ്യുന്നത്
വ്യക്തി തന്നെയാണ് എന്ത് ചെയ്യുന്നത്, അതിന്റെ റിസൾട്ടും തന്നെ അനുഭവിക്കുന്നത്. ഓക്കെ, ചെയ്യുന്ന സബ്ജക്റ്റ് തന്നെയാണ് അല്ലെങ്കിൽ ചെയ്യുന്ന വസ്തു തന്നെയാണ് അതിന്റെ റിഫ്ലക്റ്റും അനുഭവിക്കുന്നത്. നോക്കാം, നമുക്ക് മീനിങ് നോക്കാം. when the action done by the subject, okay, പ്രവൃത്തി ചെയ്യുന്നത് ആരാണ്, സബ്ജക്റ്റ് ആണ്. then reflects upon itself means ഇവിടെ എന്താണ്, itself means സബ്ജക്റ്റ് തന്നെ. ഓക്കെ, ചെയ്യുന്ന വ്യക്തി തന്നെയാണ് എന്ത് ചെയ്യുന്നത്, അതിന്റെ റിസൾട്ടും റിഫ്ലക്റ്റ് കിട്ടുന്നത് ആർക്ക് തന്നെയാണ്, ആ ചെയ്യുന്ന സബ്ജക്റ്റിന് തന്നെയാണ്. നോക്കാം, എക്സാമ്പിൾ നോക്കാം. I hurt myself, ഞാൻ എന്നെ തന്നെ സ്വയം എന്ത് ചെയ്യാണ്, വേദനിപ്പിക്കാണ്. വേദനിപ്പിച്ചോ ഞാൻ വേദന സഹിക്കുന്നത് ആര് തന്നെയാണ്, അതിന്റെ റിസൾട്ട് കിട്ടുന്നത് ആർക്ക് തന്നെയാണ്, എനിക്ക് തന്നെയാണ്. ഓക്കെ, then they hurt themselves, അവരെന്ത് ചെയ്യാണ്, അവരെ തന്നെയാണ് വേദനിപ്പിക്കുന്നത്. അവർ 4 കുത്തുവാക്കുകളൊക്കെ പറയുമ്പോൾ അവർ നമുക്കൊന്നും വേദനിക്കുന്നില്ല, അവർക്ക് ആർക്കാ വേദനിക്കുന്നത്, അവർക്ക് തന്നെയാണ്. അവർ ചെയ്യുന്നതിന്റെ റിസൾട്ട് ആർക്കാണ്, അവർക്ക് തന്നെയാണ് കിട്ടുന്നത്. then he injured himself with a knife, എന്തുകൊണ്ടാണ്, കത്തി കൊണ്ട് അവനെ തന്നെ മുറിവേൽപ്പിക്കുകയാണ്. അല്ലെ, ഇപ്പൊ ചെയ്യുന്ന വ്യക്തി ആരാണ്, അവനാണ്. ചെയ്യുന്നിട്ട് കിട്ടുന്ന റിസൾട്ടും ആർക്കാണ്, അവന് തന്നെയാണ്. അല്ലെ, അപ്പൊ എന്താണ്, ചെയ്യുന്ന വ്യക്തിക്ക് സബ്ജക്റ്റിന് തന്നെയാണ് അവിടെ എന്ത് കിട്ടിയിട്ടുള്ളത്, അതിന്റെ റിഫ്ലക്റ്റും കിട്ടിയിട്ടുള്ളത്. ഓക്കെ, then a small baby can feed itself, എന്താണ്, ചെറിയ കുട്ടിക്ക് സ്വന്തമായിട്ട് ഫീഡ് ചെയ്യാൻ കഴിയുമോ, ഇല്ല, ഒരാളെ ഹെൽപ്പ് വേണം. ഓക്കെ, അപ്പോൾ ഓക്കെ, then അപ്പൊ റിഫ്ലക്റ്റീവ് പ്രൊണൗൺ എന്ന് പറഞ്ഞ് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആണ്. ചെയ്യുന്ന വ്യക്തി, ഓക്കെ, നിങ്ങൾ ചെയ്യുന്നതിന്റെ പ്രവൃത്തി എന്താണ്, നിങ്ങൾക്ക് തന്നെ കിട്ടുന്നു. ഞാൻ പറഞ്ഞ പോലെ നമ്മളൊരു കല്ലെടുത്ത് എറിഞ്ഞിട്ട് അത് ഓപ്പോസിറ്റ് തട്ടിയിട്ട് നമുക്ക് ഇങ്ങോട്ട് തന്നെ വരുന്നത്, അതല്ലേ, ചെയ്യുന്ന വ്യക്തിക്ക് തന്നെയാണ് എന്ത് കിട്ടുന്നത്, അതിന്റെ റിസൾട്ടും കിട്ടുന്നത്. ഓക്കെ, then എംഫാറ്റിക് പ്രൊണൗൺസ് എന്താണ്, റിഫ്ലക്റ്റീവ് പ്രൊണൗൺ എംഫാറ്റിക് പ്രൊണൗൺ തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നും തന്നെയില്ല. രണ്ടും എന്ത് തന്നെയാണ്, ചെയ്യുന്ന വ്യക്തി എന്താണ്, ഒരു വ്യക്തിയുടെ ആക്ഷൻ ചെയ്യുന്നത് ആരാണ്, സബ്ജക്റ്റ് ആണ്. അതിന്റെ റിസൾട്ട് കിട്ടുന്നത് ആർക്ക് തന്നെയാണ്, സബ്ജക്റ്റിന് തന്നെയാണ്. ഇനി ചെറിയൊരു മാറ്റം, ചില സമയത്ത് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഈ ചെയ്യുന്ന വ്യക്തിയെ എന്ത് ചെയ്യേണ്ടി വരും, ചില സമയത്ത് നമുക്കൊന്ന് എംഫസിസ് ചെയ്യേണ്ടി വരും. എന്താണ്, ഒന്ന് ഊന്നൽ കൊടുക്കേണ്ടി വരും, ഒന്നും കൂടെ സ്ട്രെസ്, ഒന്നും കൂടെ ഫോഴ്സ് കൊടുത്ത് പറയേണ്ടി വരും. ചില സമയത്ത് നമ്മളൊരു പ്രവൃത്തി ചെയ്യണം. ഓക്കെ, നമ്മളെ കൊണ്ട് സാധിക്കാം, നമ്മൾ കുഞ്ഞു മക്കളെ കൊണ്ട് സാധിക്കാത്തൊരു പ്രവൃത്തിയൊക്കെ ചെയ്യാന്ന് വിചാരിച്ചോളൂ. നമ്മൾ എന്ത് പറയും, ആ പ്രവൃത്തി ഞാൻ ചെയ്യും എന്ന് പറയും. ഓക്കെ, ഞാൻ സ്വയം ചെയ്യും. ഓക്കെ, ഇങ്ങനെ സ്വയം ചെയ്യും എന്ന് പറയും. പക്ഷെ അതിനപ്പോ നമ്മൾ എന്ത് പറയും, നമുക്ക് ഒന്നും കൂടെ സ്ട്രോങ്ങിൽ പറയാം. കാരണം നമ്മളെ കൊണ്ട് റിസ്ക് എടുത്ത് ചെയ്ത് അപ്പൊ നമ്മൾ എന്ത് പറയും, അത് ഞാൻ ചെയ്യും. ഓക്കെ, അത് ഞാൻ തന്നെയാണ് ചെയ്തതെന്ന് പറയും. അല്ലെ, അത് ഞാൻ ചെയ്തു, അത് ഞാനാണ് ചെയ്തതെന്ന് പറയുന്നതും അത് ഞാൻ തന്നെയാണ് ചെയ്തതെന്ന് പറയുന്നത് തമ്മിൽ വ്യത്യാസമല്ലേ, ഒന്ന് എംഫസൈസ് ചെയ്യുന്നുണ്ട്. അല്ലെ, ഇങ്ങനെ ഒന്നും കൂടെ നോക്കാം. ഓക്കെ, അത് അവരാണ് ചെയ്തത്, നമ്മൾ പറയണത് ആരാ ചെയ്തത്, അത് അവരാണ് ചെയ്തത്. എന്താണ്, അവർ തന്നെയാണ് അത് ചെയ്തത്, അത് അവര് തന്നെയാണ് ചെയ്തത്. എന്ത് ചെയ്യണം, ഒന്നുകൂടെ എംഫസൈസ് ചെയ്ത് പറയണം. ഓക്കെ, ആ വ്യത്യാസം ഒന്നുകൂടെ ഊന്നൽ കൊടുത്ത് പറയാം. ഓക്കെ, മലയാളത്തിലാണെങ്കിൽ ഒന്നുകൂടെ കട്ടിക്കങ്ങ് പറഞ്ഞാൽ മതി. പക്ഷെ ഇംഗ്ലീഷ് ലാംഗ്വേജിലോട്ട് വരുമ്പോൾ എന്ത് ചെയ്യാണ്, അതിന് ചെറിയ മാറ്റങ്ങളൊക്കെ വരികയാണ്. എഴുതുമ്പോൾ മാറ്റങ്ങൾ, മലയാളത്തിലാകുമ്പോൾ എന്ത് ചെയ്യാ, ആ വേർഡ് ഒന്ന് കട്ടക്ക് പറഞ്ഞു കൊടുത്താൽ എന്തായി, ഊന്നലായി അല്ലേ. പക്ഷെ ഇംഗ്ലീഷിൽ അങ്ങനെയല്ല, സെന്റൻസുകളിലൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വേണ്ടി വരും. ഓക്കെ, നോക്കാം. They themselves admitted their guilt. ഇതാണ് എക്സാമ്പിൾ. They themselves, അവര് സ്വയമാണ്, അവരാരും നിർബന്ധിച്ചതല്ല. അപ്പൊ എന്ത് ചെയ്യാം, അവിടെ ഊന്നൽ കൊടുത്തൂടെ. ഒരാൾ നിർബന്ധിച്ചിട്ട് അവർ വന്ന് ഗിൽറ്റ്, അവരവരുടെ കുറ്റസമ്മതം നടത്തുമ്പോ എന്താണ്, അത് അത്രമാത്രം ഊന്നൽ കൊടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഒരാൾ ചെയ്ത് തെറ്റ് ഓർത്ത് അയാൾ സ്വയം അങ്ങോട്ട് ഗിൽറ്റ് ചെയ്യാണ്, അപ്പൊ അത് കുറച്ച് ഊന്നൽ കൊടുത്തിട്ട് തന്നെ നമുക്ക് പറയാം. എന്ത്, they themselves admitted their guilt, അവരവരുടെ തെറ്റെന്ത് ചെയ്യാണ്, സ്വയം അവരെന്ത് ചെയ്യാണ്, അഡ്മിറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആലോചിക്കും, ഈ റിഫ്ലെക്സീവ് പ്രോണോണും എംഫാറ്റിക് പ്രോണോണും തമ്മിൽ എനിക്ക് കൺഫ്യൂഷൻ ആവുമല്ലോ. രണ്ടും സെയിം ആണ്, രണ്ടാളും ചെയ്യുന്നത് സെയിം സബ്ജക്റ്റ് ആണ്, റിസൾട്ടും തന്നെ സെയിം ആണ് കിട്ടുന്നത്. പിന്നെ ഇത് എങ്ങനെയാണ് ഇത് ഡിവൈഡ് ചെയ്തതെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. ഒരു ടെൻഷനും വേണ്ട, വളരെ സിമ്പിൾ ആയിട്ട് 2 എക്സാമ്പിളിലൂടെ അത് കാണിച്ചു തരാം. നോക്കാം.
ഐ വിൽ ഡു ഇറ്റ് മൈസെൽഫ്. എന്താണ്? ഐ വിൽ ഡു ഇറ്റ് മൈസെൽഫ്. ഓക്കെ, നമ്മൾ പൊതുവെ പറയുമ്പോൾ ഐ വിൽ ഡു ഇറ്റ് എന്നൊക്കെ പറയാറുള്ളൂ കേട്ടോ. നമ്മൾ പൊതുവെ സംസാരിക്കുമ്പോഴൊക്കെ എന്ത് പറയാറുണ്ട്? ഐ വിൽ ഡു ഇറ്റ്. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്? ഇത് നമ്മൾ ഗ്രാമറിന് വേണ്ടിയിട്ട് പഠിക്കില്ല. അപ്പൊ നോക്കാം. ദെൻ ഐ വിൽ ഡു ഇറ്റ് മൈസെൽഫ്. ഇതെന്താണ്? ഇത് ചെയ്തത് ആരാണ്? ഞാൻ തന്നെയാണ്. ഓക്കെ, റിഫ്ലെക്സീവ് പ്രോണൗൺ. ഐ വിൽ ഡു ഇറ്റ് മൈസെൽഫ്. ഓക്കെ, ദെൻ അടുത്തത് അത് എംഫാറ്റിക് പ്രോണൗൺസിലോട്ട് വരുമ്പോൾ മാറ്റം. ഐ മൈസെൽഫ് വിൽ ഡു ഇറ്റ്. അത് സ്വയം ഞാൻ തന്നെയാണ് ചെയ്തത്. എന്താണ് വ്യത്യാസം വന്നത്? ഇവിടെ സബ്ജക്റ്റിന്റെ തൊട്ട് ബേക്കിലായിട്ട്, സബ്ജക്റ്റിന് തൊട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെയാണ് ആര് ഫോളോ ചെയ്തിട്ടുള്ളത്? ഈ മൈസെൽഫ് എന്ന് പറയുന്ന എംഫസിസ് ചെയ്ത് കൊടുക്കുന്ന പ്രോണൗൺ വന്നിട്ടുള്ളത്. ഓക്കെ, പക്ഷെ ഇവിടെ എങ്ങനെയാണ് വന്നിട്ടുള്ളത്? ഐ വിൽ ഡു ഇറ്റ് മൈസെൽഫ്. എന്താണ്? പ്രവൃത്തിക്കും വെർബിനും ഒക്കെ ശേഷമാണ് എന്ത് വന്നിട്ടുള്ളത്? മൈസെൽഫ് വന്നിട്ടുള്ളത്. ഓക്കെ, ഹിയർ ഇവിടെ നോക്കാം. ജസ്റ്റിൻ വിൽ ഗോ ഹിംസെൽഫ്. ജസ്റ്റിൻ എന്ത് ചെയ്തു? അവൻ സ്വയം എന്ത് പുറത്തു പോയി. അവന് പറഞ്ഞു വെച്ചോന്നല്ല, പോന്നൊന്നും പറഞ്ഞ് ഫോഴ്സ് ചെയ്ത് പറഞ്ഞു വെച്ചോന്നല്ല. ജസ്റ്റിൻ വിൽ ഗോ ഹിംസെൽഫ്. അവൻ സ്വയം എന്ത് ചെയ്തു? അവൻ സ്വയം ഇറങ്ങി അങ്ങോട്ട് പുറത്തു പോയതാണ്. ഓക്കെ, ഇനി ഇവിടെ ജസ്റ്റിൻ ഹിംസെൽഫ് വിൽ ഗോ. ജസ്റ്റിൻ എന്ത് ചെയ്തു? ജസ്റ്റിൻ ഹിംസെൽഫ് വിൽ ഗോ. അവൻ തന്നെ സ്വയം ഇറങ്ങിപ്പോയതാണ്. ഓക്കെ, അവൻ തന്നെ ഇറങ്ങിപ്പോയതാണെന്ന് പറയാണ്. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ ചോദിക്കുകയാണ് ജസ്റ്റിൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടൊക്കെ ഇറങ്ങി അങ്ങനെ ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്തതാണെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് പറയും? അല്ലല്ല, ജസ്റ്റിൻ അവന് സ്വന്തമായിട്ട് ഇറങ്ങിപ്പോയതാണെന്ന് പറയാം. നമ്മൾ എന്ത് ചെയ്യും? അവിടെ കുറച്ച് നമുക്ക് സ്ട്രോങ്ങിൽ പറയേണ്ടി വരും. അപ്പൊ ഇതാ വ്യത്യാസം നമുക്ക് ശരിക്കും കണ്ടാൽ മനസ്സിലാവും. എന്താണ്? ഇവിടെ ഐയുടെ തൊട്ടടുത്താണ് ആര് വന്നിട്ടുള്ളത്? മൈസെൽഫ് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് അതിന് എന്ത് വരുന്നത്? കുറച്ച് സ്ട്രെസ്സും സ്ട്രോങ്ങും കൂടുതൽ വരുന്നത്, കുറച്ച് ഊന്നൽ കൊടുക്കാൻ സാധിക്കുന്നത്. ദെൻ ഹിയർ ഇവിടെ ജസ്റ്റിൻ എന്ന് പറയുന്ന നൗണിന് തൊട്ട് ബേക്കിലായിട്ടാണ് ഹിംസെൽഫ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അവിടെയും എന്താണ്? കുറച്ച് കൂടുതൽ എംഫസൈസ് ചെയ്യാൻ കഴിയും. അത് നൗണിന്റെ തൊട്ട് ബേക്കിലായിട്ട്, ആ സബ്ജക്റ്റിന് തൊട്ട് ബേക്കിലായിട്ട് വരുമ്പോഴാണ് എന്ത് മാറ്റം വരുന്നത്? എംഫാറ്റിക് പ്രോണോണും റിഫ്ലെക്സീവ് പ്രോണോണും തമ്മിലുള്ള ആ ഒരു ചെറിയ ഡിഫറൻസ് വരുന്നത്. ഓക്കെ, അപ്പോ എന്താണ് സബ്ജക്ട്? റിഫ്ലെക്സീവ് പ്രോണൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ മക്കളെ? എന്താണ്? സബ്ജക്ട് ചെയ്യുന്ന വ്യക്തി തന്നെയാണ് എന്ത് ചെയ്യുന്നത്? അതിന്റെ റിസൾട്ട്, ആക്ഷൻ ചെയ്യുന്ന വ്യക്തി തന്നെയാണ് എന്ത്? അതിന്റെ റിസൾട്ടും കിട്ടുന്നത് ആർക്കാണ്? ആക്ഷൻ ചെയ്ത വ്യക്തിക്ക് തന്നെയാണ്. അതിന്റെ റിഫ്ലക്ട് കിട്ടുന്നത് ആർക്കാണ്? ആക്ഷൻ ചെയ്ത വ്യക്തിക്ക് തന്നെയാണ്. ഓക്കെ, ദെൻ ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺ. ഓക്കെ, ഇത്രയും സമയം നമ്മൾ ആളുകള്, പേഴ്സൺ, വ്യക്തി, ഹി, ഷീ, ഇറ്റ് എന്നൊക്കെ പറഞ്ഞു അല്ലേ? അത് മാത്രം മതിയോ? ഇല്ല, നമ്മൾ എപ്പോഴും പറയുന്നുണ്ട് അല്ലേ? തിങ്സ്, ഐഡിയ എന്നൊക്കെ പറയുന്നുണ്ട്. പേഴ്സണിനെ മാത്രം വേണ്ടിയിട്ടല്ലല്ലോ എന്തുള്ളത്? ഈ പ്രോണൗൺസ് ഉള്ളത്. ആണോ? പ്രോണൗൺസ് നമ്മൾ വ്യക്തികൾക്ക് മാത്രമാണോ യൂസ് ചെയ്യുന്നത്? അല്ല, വസ്തുക്കൾക്ക് പകരവും ഐഡിയകൾക്ക് പകരം ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ? അപ്പൊ തൽക്കാലം നമുക്ക് ഇനി വ്യക്തികൾക്കുള്ളത് നമ്മൾ ഒരുപാട് കണ്ടു. ഇനി നമുക്ക് തിങ്സിന്റെ ഭാഗത്തോട്ട് നോക്കാം. Pronouns that used to point out. എന്താണ് ചെയ്യുന്നത്? Point out the object to which they refer is called demonstrative pronoun. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഒബ്ജക്റ്റിനെ, ഒരു വസ്തുവിനെ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്യാം. ഓക്കെ, ആ വസ്തുവിനെ നമുക്ക് എന്ത് ചെയ്യാം? പോയിന്റ് ഔട്ട് ചെയ്യാം. എങ്ങനെയാണ് ഒരു വസ്തുവിനെ പോയിന്റ് ഔട്ട് ചെയ്യുന്നത് നോക്കാം. അതിനുവേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന പ്രോണൗൺസ് നോക്കാം. ഏതൊക്കെയാണ്? ദാറ്റ്, ദിസ്, ദീസ്, ദോസ്. ഓക്കെ, that, this, those. Okay, നോക്കാം. ദിസ് ഈസ് എ ബുക്ക്. എന്താണ്? ഇതൊരു ബുക്കാണ്. അവിടെ ഒരുപാട് വസ്തുക്കളുണ്ട്. ഓക്കെ, ഇവിടെ ഒരുപാട് വസ്തുക്കളുണ്ട്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം? ആ ഒരു ഒറ്റ ഒബ്ജക്റ്റിനെ മാത്രം നമുക്ക് എന്ത് ചെയ്യണം? ആ ഒബ്ജക്റ്റിനെ മാത്രം നമുക്കൊന്ന് പോയിന്റ് ഔട്ട് ചെയ്യണം. എന്ത്? അവിടെ ഒരുപാട് സാധനം ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ആ ബുക്കിനൊന്ന് പോയിന്റ് ഔട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ എങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്യും? ദിസ് ഈസ് എ ബുക്ക്. എന്താണ്? ആ ബുക്കിനെയാണ് നമ്മൾ എന്ത് ചെയ്ത്? ദിസ് എന്ന് പറയുന്ന പ്രോണൗൺ കൊണ്ട് പോയിന്റ് ഔട്ട് ചെയ്തത്. ഓക്കെ, ദെൻ ഇവിടെ ഒരുപാട് ബുക്കുകളുണ്ട്. മറ്റുള്ളവരുടെ ബുക്കുകളുണ്ട്, വേറെയുള്ളവരുടെ ബുക്കുണ്ട്, മക്കൾസിന്റെ ബുക്കുകൾ, എല്ലാ ബുക്കുകളുണ്ട്. പക്ഷെ എനിക്ക് അവിടെ എന്റെ ബുക്കിനെ ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്യണം. എന്റെ മാത്രം ബുക്കിനെ എനിക്കൊന്ന് പോയിന്റ് ഔട്ട് ചെയ്യണം. എന്ത് ചെയ്യും? ദാറ്റ് ഈസ് മൈ ബുക്ക് എന്ന് പറയും. ഓക്കെ, എന്താണ്? ദാറ്റ് ഈസ് മൈ ബുക്ക്. ആ ബുക്കാണ് എന്ത്? എന്റേത്. ഓക്കെ, പോയിന്റ് ഔട്ട് ചെയ്തില്ലേ? അങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ദാറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അടുത്തത് ദീസ് ആർ മൈ ബുക്ക്. എന്താണ്? ദീസ് ആർ മൈ ബുക്ക്. എന്താണ്? ദീസ് ആർ മൈ ബുക്സ്. ഓക്കെ, അതെന്താണ്? ദീസ് ആർ മൈ ബുക്സ്. അതെന്താണ്? എന്റെ ബുക്കാണ് അല്ലെ? അത് എന്റെ ബുക്കുകളാണ് നമ്മൾ പറയണ്ടേ? ഓക്കെ, ഒരുപാടുണ്ടെങ്കിൽ എന്ത് യൂസ് ചെയ്യും? ദീസ് യൂസ് ചെയ്യും. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ്? ദോസ് ആർ മൈ ബുക്സ് എന്ന് യൂസ് ചെയ്യും അല്ലെ? ദോസ് ആർ മൈ ബുക്സ്. ഓക്കെ മക്കളെ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങൾക്ക്
ചെറുപ്പം മുതൽ അറിയുന്ന ഒരു കാര്യമായിരിക്കും എന്ത്, ദിസും ദാറ്റും ദീസും ദോസും ഒക്കെ അല്ലെ. അതിപ്പോ ഇവിടെ എന്താന്നല്ല നമ്മൾ പണ്ട് മുടിച്ചത് ദിസ് ഈസ് എ ബുക്ക്, ദിസ് ഈസ് എ ട്രീ, ദിസ് ഈസ് എ ബാഗ് അല്ലെ. ചെറുപ്പം മുതൽ KG മുതൽ തുടങ്ങിയതായിരിക്കും ഈ ദിസും ദാറ്റും ദോസും ദിസൊക്കെ നമ്മുടെ കൂടെ കൂടിയിട്ട് അല്ലെ. അതൊന്ന് പറഞ്ഞ് എന്താണ് അതിന്റെ ഡിഫറൻസ് ഒന്ന് പറഞ്ഞ് ഇവിടെ അതും കൂടെ ഒന്ന് സൂചിപ്പിച്ചിട്ട് പോകാം അല്ലെ. സിമ്പിൾ ആണെങ്കിൽ കൂടെ പറഞ്ഞിട്ട് പോകാം. ഓക്കെ, ദിസ് എന്ന് പറഞ്ഞ എന്താ, ദിസ് എന്ന് പറഞ്ഞ എന്താ, ഇതാ ഇവിടെ എന്റെ മുമ്പിൽ ഇവിടെ ഇതാ ബോർഡാണ്, എനിക്ക് ടച്ച് ചെയ്ത് കാണിക്കാൻ കഴിയുന്നത് ഇവിടെ എന്താണ്, ബോർഡാണ്. ഓക്കെ, അപ്പൊ ഞാൻ പറയാണ് ദിസ് ഈസ് എ ബോർഡ്. എന്താണ്, ദിസ് ഈസ് എ ബോർഡ്. എന്താണ്, ദിസ് ഈസ് എ ബോർഡ്. ഇവിടെ എന്താ ഞാൻ ചെയ്തത്, ഞാൻ ടച്ച് ചെയ്യുക ചെയ്തത് അല്ലെ. അപ്പൊ നമുക്ക് ടച്ച് ചെയ്ത് കാണിക്കാൻ കഴിയും, നമ്മുടെ തൊട്ടടുത്തുള്ളത് നമുക്ക് തൊട്ട് കാണിക്കാൻ കഴിയുന്നത് എന്താണോ, ദിസ് ആണ്. അതൊന്നാണെങ്കിൽ എന്താണ്, ദിസ് ആണ്. അപ്പൊ ഇനി ഇവിടെ ഒരുപാട് ബോർഡുകൾ ഉണ്ടെങ്കിൽ ഞാൻ എന്ത് പറയണം, ഒരുപാട് ബോർഡുകൾ ഉണ്ടെങ്കിൽ ഞാൻ എന്ത് പറയും, ദീസ് ആർ ബോർഡ്സ് എന്ന് പറയും അല്ലെ. ഇതെന്താണ്, ബോർഡുകളാണ്. ഇതൊക്കെ എന്റെ തൊട്ടടുത്താണ്, എനിക്ക് എന്റെ കൈ കൊണ്ട് തൊടാൻ കഴിയുന്ന ഒരു ദൂരത്തിലാണ്. ഇനി ഇതാ എന്റെ കുറെ ദൂരത്തായിട്ട് ഒരു ബുക്ക് ഉണ്ട്. അപ്പൊ ഞാൻ എന്ത് പറയും, ദാറ്റ് ഈസ് എ ബുക്ക് എന്ന് പറയും. ദാ ഇങ്ങനെ അങ്ങ് ചൂണ്ടി ദൂരെയുള്ള ഒരു വസ്തുവിനെ നമ്മൾ എന്ത് പറയാൻ യൂസ് ചെയ്യും, ദാറ്റ് എന്ന് പറയാൻ യൂസ് ചെയ്യും. ദാറ്റ് ഈസ് എ ബുക്ക്. ഇനി അവിടെ ഒരുപാട് ബുക്കുകൾ ദൂരത്തുണ്ടെങ്കിൽ എന്ത് പറയും, ദോസ് ആർ ബുക്സ് അല്ലെ. അപ്പൊ എന്താണ്, തൊട്ടടുത്ത് നമുക്ക് നമ്മുടെ കൈ കൊണ്ട് തൊടാൻ കഴിയുന്നിടത്ത് ഒരു വസ്തു ഉണ്ടെങ്കിൽ ദിസും, കൈ കൊണ്ട് തൊടാൻ കഴിയുന്നിടത്ത് ഒരുപാട് വസ്തുക്കൾ ഉണ്ടെങ്കിൽ എന്താണ്, ദീസും ആണ് അല്ലെ. നമ്മളിതൊക്കെ KG മുതൽ പഠിച്ചതാണ്. എന്നിരുന്നാൽ പോലും മിസ് ഒന്നും കൂടെ ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. ദീസും അതുപോലെ ദാറ്റും ദോസും. ഓക്കെ, ദാറ്റ് ദൂരെയാണെങ്കിൽ, ദൂരെ ഒരു വസ്തു ഉണ്ടെങ്കിൽ, ഇത് തൊട്ടടുത്തൊരു വസ്തു ഉണ്ടെങ്കിൽ. ഓക്കെ, ദാറ്റ് എന്ന് പറഞ്ഞ എന്താണ്, ദൂരെ ഒരു വസ്തു ഉണ്ടെങ്കിൽ ദാറ്റ്, ദൂരെ ഒരുപാടാണെങ്കിൽ ദോസ്, അടുത്ത് ഒന്നാണെങ്കിൽ ദിസ്, അടുത്ത് ഒരുപാടാണെങ്കിൽ ദീസ്. ഓക്കെ, ക്ലിയർ അല്ലേ. ഓക്കെ, then നോക്കാം അടുത്ത് ഇൻഡെഫിനിറ്റീവ് പ്രൊണൗൺസ്. എന്താണ് ഇൻഡെഫിനിറ്റീവ് പ്രൊണൗൺ? ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ മലയാളം നോക്കാം, എന്നിട്ട് നിങ്ങൾക്ക് ഒന്നും കൂടെ ക്ലിയർ ആവും. ഓക്കെ, ഒരു വ്യക്തിയെയോ വസ്തുവിനെയോ പ്രത്യേകം എടുത്ത് പറയാതെ പൊതുവെ അങ്ങ് പരാമർശിക്കുകയാണ്, സ്പെസിഫിക് അല്ല. ഓക്കെ, പെർട്ടിക്കുലർ ആയിട്ട് ഒരു വ്യക്തിയെ മാത്രം എടുത്ത് പറയാനല്ല ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പൊതുവെ ജനറൽ ആയിട്ടാണ്. ഓക്കെ, എക്സാമ്പിളിന് നിങ്ങളുടെ ക്ലാസ്സിൽ ഇപ്പൊ ക്ലാസ് ടീച്ചർ ഇങ്ങനെ കയറി വരുമ്പോൾ ഒരു കുട്ടി ഇന്ന് വർത്താനം പറയുന്നുണ്ട്. അതൊക്കെ ഒരു കുട്ടിയിൽ നിന്ന് ഭയങ്കര സൗണ്ട്. ടീച്ചർ എന്ത് ചെയ്യാണ്, ടീച്ചർ വന്നിട്ട് മൊത്തത്തിൽ അങ്ങ് ചീത്ത പറയണം. എല്ലാവരും ഇങ്ങനെ തന്നെയാ, ഞാൻ പുറത്തു പോയി കഴിഞ്ഞാൽ ഭയങ്കര ബഹളായിരിക്കും പറയണം അല്ലെ. ടീച്ചർ ഇൻഡിവിജ്വൽ ആയിട്ടല്ല അവിടെ, ഒരു വ്യക്തിയല്ല അവിടെ ചീത്ത പറഞ്ഞു. എന്താണ് ഓൾ, ജനറൽ ആണ്, ഓളാണ് യൂസ് ചെയ്തത് അല്ലെ. നിങ്ങളെല്ലാവരും ഓൾ എന്നാ. അപ്പൊ ഇങ്ങനെ ജനറൽ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ജനറൽ ആയിട്ട് പരാമർശിക്കാറ്, അത് വ്യക്തിയെ മാത്രല്ല വസ്തുവിനെയും. ഓക്കെ, നോക്കാം. The pronoun which refers to persons and things in a general way. Okay, പൊതുവായിട്ട്, and does not refer to any person or thing in a particular is called an indefinitive. എടുത്ത് തന്നെ പറയുന്നുണ്ട്, പെർട്ടിക്കുലർ ആയിട്ട് പറയുന്നില്ല. ഓക്കെ, എന്താണ് പറയുന്നത്, ജനറൽ ആയിട്ട് പറയുകയാണ്. ഒരു കൂട്ടം ആളുകളെ അല്ലെങ്കിൽ ഒരു കൂട്ടം വസ്തുക്കളെയൊക്കെ നമ്മൾ ജനറൽ ആയിട്ട് യൂസ് ചെയ്യാണ്, ജനറൽ ആയിട്ട് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ഇൻഡെഫിനിറ്റീവ് പ്രൊനൗൺ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ. നോക്കാം, അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ് വൺ, ഓൾ, സം. ഓക്കെ, സം, ഓക്കെ, ഫ്യൂ, എവരി വൺ, എവരിബഡി. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ, ഒരുപാട് തവണ യൂസ് ചെയ്യും. മെനി, ഓക്കെ, അതെന്താണ്, ജനറൽ ആണ് അല്ലെ. മെനി തിങ്സ് അല്ലെ. നോബഡി എന്നാണ്, ആരെയും എടുത്തു പറയുന്നില്ല, ആരും എന്നർത്ഥം. എനി വൺ, എനിബഡി, ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ, രണ്ടിൽ മൂന്നിലോ ഒന്നിൽ കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ എന്താ യൂസ് ചെയ്യാം, എനി വൺ, എനിബഡി എന്നൊക്കെയാണ് യൂസ് ചെയ്യുക അല്ലെ. ഓക്കെ, നോക്കാം, നമുക്കതിന്റെ എക്സാമ്പിളിലോട്ട് കിടക്കാം. ഓക്കെ, then അതിന്റെ യൂസുകൾ എങ്ങനെയാ വരുന്നത് നോക്കാം. ഒരു എക്സാമ്പിൾ നമുക്ക് ഓൾ എന്ന് പറയുന്ന ഇൻഡെഫിനിറ്റീവ് പ്രൊനൗണിന്റെയും ബോത്ത് എന്ന് പറയുന്ന ഇൻഡെഫിനിറ്റീവ് പ്രൊനൗൺസ് എങ്ങനെയാണ് യൂസ് ചെയ്തത് നോക്കാം. രാഹുൽ ഇസ് എ ഗുഡ് ബോയ്, രാജു ഇസ് എ ഗുഡ് ബോയ്, മനു ഇസ് എ ഗുഡ് ബോയ്. ഓരോരുത്തരെ എടുത്ത് പറയാം. ഇനി ആളുകൾ ഉണ്ടെങ്കിൽ നമുക്ക് പറയാം അല്ലെ, ഓരോരുത്തരെ എടുത്ത് അങ്ങനെ പറയാം, രാജു ഇസ് എ ഗുഡ് ബോയ്, അങ്ങനെ ഓരോരുത്തരെ എടുത്തെടുത്ത് പറയാം. ഇന്ന് നമ്മളിങ്ങനെ ഓരോരുത്തരുടെ എടുത്ത് പറയുന്നത്, ഇവർക്കൊക്കെ കൂടെ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഓൾ ആർ ഗുഡ് ബോയ്സ് അല്ലെ. എന്താ സുഖം അല്ലെ, ഓരോരുത്തരെ ഇങ്ങനെ എടുത്ത് പറയാതെ നമുക്ക് എന്ത് ചെയ്യാം, ഇവനും ഗുഡ് ബോയ് ആണ്, അവനും ഗുഡ് ബോയ് ആണ്,
ആണ്, അവൻ ഗുഡ് ബോയ് ആണ്, അവൻ എന്തിന് ഓൾ ആർ ഗുഡ് ബോയ്സ് അല്ലെ, എല്ലാം ജനറൽ ആയിട്ട് അങ്ങ് ഒതുക്കി അല്ലെ. അപ്പൊ എന്താണ് ഓൾ ആർ ഗുഡ് ബോയ്സ്. ഓക്കെ ദെൻ ദിവ്യ ഈസ് ഡാൻസിങ്, നീതു ഈസ് ഡാൻസിങ്. ദിവ്യ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നു, നീതു ഡാൻസ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഓരോരുത്തരെടുത്ത് പറയാം. രണ്ടുപേരും ഒന്നിച്ചല്ലേ കളിക്കുന്നത്, എന്തിനാ ഇങ്ങനെ ഓരോരുത്തരെടുത്ത് പറയുന്നത് അല്ലെ. ബോത്ത് ആർ ഡാൻസിങ്, എന്താണ് ബോത്ത് ആർ ഡാൻസിങ്, അവർ രണ്ടുപേരും എന്ത് ചെയ്യാണ്, ഡാൻസ് കളിക്കുകയാണ്. അപ്പൊ ഓക്കെ മനസ്സിലായല്ലോ, ജനറൽ ആയിട്ട് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് മനസ്സിലായിട്ടുണ്ടാവും. നമുക്ക് എക്സാമ്പിളിലോട്ട് കിടക്കാം. മെനി ഷൗട്ടഡ് അഗെയിൻസ്റ്റ് ലോ. മെനി ഇവിടെ എന്ത് ചെയ്യാണ്, ഒരാൾ ഒറ്റയ്ക്കല്ല, ഒരാൾ ഒറ്റയ്ക്ക് പെർട്ടിക്കുലർ ആയിട്ട് ഒരു വ്യക്തിയെ പറയുന്നില്ല. മെനി ഷൗട്ടഡ് അഗെയിൻസ്റ്റ് ലോ, ആ ലോയ്ക്കെതിരെ എന്താണ്, മെനി ഒരുപാട് ആളുകൾ എന്ത് ചെയ്യാണ്, ലോയ്ക്കെതിരെ ഷൗട്ട് ചെയ്യാണ്. ജനറൽ ആയിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ ദെൻ everybody is complaining about it. everybody is complaining about it. Okay then somebody has stolen my bag. ആരാണ് മോഷ്ടിച്ചതെന്ന് നമുക്ക് ഉറപ്പൊന്നുമില്ല, അതുകൊണ്ട് ഒരു വ്യക്തി നമുക്ക് എടുത്തു പറയാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് പറയാണ്, somebody has stolen my. ഓക്കെ somebody ആണ്, ആരോ ആണ് എന്ത് ചെയ്യുന്നിരിക്കുന്നത്, എന്റെ ബാഗ് സ്റ്റോളൻ ചെയ്തിട്ടുള്ളത്. then anybody can do it. anybody അവിടെയും ആരെയും എടുത്തു പറയുന്നില്ല. ഓക്കെ anybody ഒരു വ്യക്തിക്ക്, ഓക്കെ യു ക്യാൻ ഡു ഇറ്റ് എന്ന് പറയുന്നില്ല, എനിബഡി ആർക്ക് വേണമെങ്കിലും, എനിബഡി എന്നുള്ള മീനിങ് ആണ്. ഓക്കെ നത്തിങ് ഈസ് ഇമ്പോസിബിൾ, എന്താണ് എന്ന് പറയുന്നില്ല. ഓക്കെ നത്തിങ് ഈസ് ഇമ്പോസിബിൾ, അല്ലെങ്കിൽ ഇന്നൊരു സംഭവം മാത്രം ഇമ്പോസിബിൾ എന്ന് എടുത്ത് അവിടെ പറയുന്നില്ല. ജനറൽ ആയിട്ടാണ് പല കാര്യങ്ങൾക്ക് ഉദാഹരണം പറയുമ്പോൾ നമുക്ക് എടുത്തു പറയാൻ കഴിയുന്നത്. എന്തുകൊണ്ടാണ് നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്ന് പറയുന്ന വാക്ക് എടുത്തു പറയാൻ കഴിയുന്നത്, ഈ നത്തിങ് എന്ന് പറയുന്നത് ജനറൽ ആയിട്ട് യൂസ് ചെയ്തതുകൊണ്ടാണ്. ഓക്കെ then few students are going, എത്ര സ്റ്റുഡൻസ് എന്ന് പറയുന്നില്ല, few students are going generally യൂസ് ചെയ്തു. then some are good, വളരെ ഒന്നോ രണ്ടോ പേരല്ല. okay some are good, one must not go there. okay then I blame each. okay ഒരു വ്യക്തിയെ ബ്ലെയിം ചെയ്തു എന്ന് പറയുന്നില്ല. okay then അപ്പൊ എന്താണ്, ജനറൽ ആയിട്ടുള്ള ഒരു ജനറൽ വേയിൽ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഡെഫിനിറ്റീവ് പ്രൊനൗൺ യൂസ് ചെയ്തിട്ടുള്ളത്. ക്ലിയർ അല്ലേ, ക്ലിയർ ആണ് അല്ലെ. പറയുമ്പോഴൊക്കെ എന്ത് ചെയ്യാം, ഷോർട്ട് നോട്ട് എഴുതിയെടുക്കാം. മലയാളം വേർഡ്സ് ഒക്കെ പറയുമ്പോൾ അതിന്റെ മുകളിൽ ഇങ്ങനെ ചെറുതായിട്ട് കുറിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നോക്കുമ്പോൾ ഒരു പെട്ടെന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ. ഓക്കെ ദെൻ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രൊനൗൺ. ഇതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രൊനൗൺസ്. നോക്കാം. ദെൻ the pronoun that refers to a person or thing one at a time. എന്താണ് ഇവിടെയാണ് ഇത് കിടക്കുന്നത്. എന്താണ് one at a time, എന്താണ് one at a time. മറ്റേത് എന്തായിരുന്നു, നമ്മൾ ഇപ്പൊ തൊട്ട് മുമ്പ് പറഞ്ഞ എന്തായിരുന്നു, ജനറൽ ആയിട്ടാണ് അല്ലെ. ഇത് അങ്ങനെയല്ല, ഇത് one at a time ആണ്. ഓക്കെ ഒരു ടൈമിൽ ഒരാളെ എന്ന് സൂചിപ്പിക്കാനോ, ഒരു ടൈമിൽ ഒരു വ്യക്തിയെയോ, ഒരു ടൈമിൽ ഒരു കാര്യത്തെയോ എന്ന് പറയാനാണ്. ഓക്കെ നോക്കാം. ഇത് വളരെ ഈ 3 വേർഡാണ് അധികം ഇത് യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ ഈച്ച് ഗേൾ വാസ് ഗിവൺ എ ചോക്ലേറ്റ്. എന്താണ് ഈച്ച് ഗേൾ വാസ് ഗിവൺ എ ചോക്ലേറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ദെൻ ഐദർ ഓഫ് ദോസ് ബാസ്കറ്റ് ഈസ് ഹാൻഡ് മെയ്ഡ്. എന്താണ് ഐദർ ഓഫ് ദോസ് ബാസ്കറ്റ് ഈസ്, ഒന്നല്ലെങ്കിൽ ആ ബാസ്കറ്റ്സ് എന്തായിരിക്കും, ഹാൻഡ് മെയ്ഡ് ആയിരിക്കും, കൈകൊണ്ട് നിർമ്മിച്ചതായിരിക്കും. ദെൻ നൈദർ ഓഫ് യു ഈസ് ഇൻവൈറ്റഡ്. നൈദർ ഓഫ് യു ഈസ് ഇൻവൈറ്റഡ്, നിങ്ങൾ രണ്ടുപേരെയും ആരും എന്ത് ചെയ്തിട്ടില്ല, ഇൻവൈറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ ദെൻ ഈച്ച് ടുക്ക് ഇറ്റ് ഇൻ ടേൺ. ഓരോരുത്തരും എന്ത് ചെയ്യാണ്, അവരുടെ ആ ഒരു ടൈമിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, വെയിറ്റ് ചെയ്യാണ്. ഓക്കെ ദെൻ ഐദർ ഓഫ് യു ക്യാൻ ഗോ, ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, ഇറങ്ങിപ്പോകാം. നൈദർ ഓഫ് ദ അക്യൂസേഷൻ ഈസ് ട്രൂ. എന്താണ് നൈദർ ഓഫ് ദ അക്യൂസേഷൻ ഈസ് ട്രൂ, എന്താണ് ഇവിടെ പറയുന്നു, ഈ പറയുന്ന കാര്യങ്ങൾ ഒന്നും എന്തല്ല ട്രൂ അല്ല. ഓക്കെ ഇവിടെ പറഞ്ഞിട്ട് പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും എന്തല്ല, കറക്റ്റ് ആയിട്ട് ട്രൂ അല്ല. ഓക്കെ അപ്പോ ഈച്ച്, ഐദർ, നൈദർ, ഈ 3 യൂസുകളാണ് ഈ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രൊനൗണിൽ ഉണ്ടാവുക. വൺ അറ്റ് എ ടൈം എന്ന ഒരു വ്യക്തിയെയോ ഒരു പേഴ്സണെയോ ഒരു സമയത്ത് ഒന്ന് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ഈ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രൊനൗൺ യൂസ് ചെയ്യുന്നത്. ഇത് എപ്പോഴും എന്തായിരിക്കും, സിംഗുലർ ആയിരിക്കും. ഓക്കെ എന്തായിരിക്കും, സിംഗുലർ ആയിരിക്കും. ഓക്കെ ദെൻ റെസിപ്രോക്കൽ പ്രൊനൗൺസ്. എന്താണ് റെസിപ്രോക്കൽ പ്രൊനൗൺസ് ഒക്കെ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിന്റെ മീനിങ് ഒക്കെ മലയാളത്തിൽ പറയുമ്പോൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ.
പിന്നീട് കാണുമ്പോൾ ഇത്രയും വലിയ ടഫായിട്ടുള്ള വേർഡ്സ് ഒക്കെ കാണുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നും. ശരിക്കും പ്രോണൗൺസ് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ഇതിലേക്ക് പേരുകൾക്കുള്ള ഒരു ചെറിയൊരു ടഫ് ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ ഒരു ആയത്തിലോട്ട് ഇറങ്ങുമ്പോൾ എന്തായിരിക്കും, വളരെ സിമ്പിൾ ആയിരിക്കും. ഓക്കെ, നോക്കാം. റെസിപ്രോക്കൽ പ്രോണൗൺസ്. റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്താ, പരസ്പരം എന്ന് പറയാനാണ്. പരസ്പരം എന്താണ്, പരസ്പരം എന്നുള്ള ഒരു മീനിങ് ഒക്കെ വരും. ഓക്കെ, പരസ്പരം, അന്യോന്യം, അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെ അർത്ഥം വരും. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും, രണ്ടാളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെ പറയാൻ എന്ത് യൂസ് ചെയ്യുക, പരസ്പരം. റെസിപ്രോക്കൽ എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യുന്നതാണ്. പരസ്പരം എന്ന് പറയുന്ന ഒരു അർത്ഥമാണ് വരുന്നത് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെ പറയുന്ന ഒരു മീനിങ് നോക്കാം. We use reciprocal pronouns when each of two or more subject. എന്താണ് two or more subject, okay, is acting same way towards the other. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നോ അതിൽ കൂടുതലോ വസ്തുക്കളോ അല്ലെങ്കിൽ സബ്ജക്റ്റുകൾ തമ്മിൽ എന്ത് ചെയ്യാണ്, ഒന്നോ അതിൽ കൂടുതൽ സബ്ജക്റ്റുകൾ തമ്മിൽ പരസ്പരം അന്യോന്യം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് റെസിപ്രോക്കൽ പ്രോണൗൺസ് യൂസ് ചെയ്യുന്നത്. നമുക്ക് പെട്ടെന്ന് എക്സാമ്പിളിലോട്ട് കിടക്കാം. എക്സാമ്പിൾ കിടക്കുമ്പോൾ നിങ്ങൾക്ക് ആ കൺഫ്യൂഷൻസ് ഒഴിവാക്കാം. വൺ അനദർ, ഈച്ച് അതർ, അല്ലെ, ഇതെപ്പോഴും കേട്ടിട്ടുണ്ടായത് വലിയ ബുദ്ധിമുട്ടുള്ള ഈച്ച് അതർ. ഓക്കെ, വൺ അനദർ, ഈച്ച് അതർ. ഓക്കെ, നോക്കാം. ജാക്ക് ആൻഡ് ജിൽ, ജാക്ക് ആൻഡ് ജില്ലിന് അറിയില്ലേ? ഓക്കെ, ജാക്ക് ആൻഡ് ലവ് ഈച്ച് അതർ. ഓക്കെ, ആ ഒറ്റ എക്സാമ്പിളിലൂടെ തന്നെ നിങ്ങൾക്ക് ഈച്ച് അതറിന്റെ മീനിങ് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ. എന്താണ്, ജാക്ക് ആൻഡ് ജിൽ ലവ് ഈച്ച് അതർ, ജാക്ക് ആൻഡ് ജിൽ ലവ് ഈച്ച് അതർ. ഓക്കെ, ഇവിടെ രണ്ട് സബ്ജക്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈച്ച് അതർ എന്ന് പറയുന്ന വാക്കിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, പരസ്പരം എന്നുള്ള ഒരു മീനിങ്ങിലോട്ട് വന്നു. അവർ പരസ്പരം ലവ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു മീനിങ്ങിലോട്ട് എന്തുകൊണ്ട് വന്നു, ഈച്ച് അതർ എന്ന് പറയുന്ന റെസിപ്രോക്കൽ പ്രോണൗൺസ് എന്ന് പറയുന്ന ഒരൊറ്റ പ്രോണൗൺസിന്റെ യൂസോട് കൂടി രണ്ട് സബ്ജക്റ്റുകൾ തമ്മിൽ എന്തായി, പരസ്പരം എന്നുള്ള മീനിങ് വന്നു. ഓക്കെ, ദെൻ മനു, വിജയ് ആൻഡ് റാം. എന്താണ് മനു, വിജയ്, റാം. വൺ അബ്യൂസിങ് വൺ അനദർ. അവരെന്താ ചെയ്തത്, അബ്യൂസിങ് വൺ അനദർ. പരസ്പരം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവര് മൂന്ന് പേര് എന്ത് ചെയ്തു, ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം. ഒന്നിൽ കൂടുതൽ ആളുകളാണെങ്കിലാണ് എന്ത് യൂസ് ചെയ്യുക, വൺ അനദർ. ഓക്കെ, ഒന്നിൽ കൂടുതൽ, ഐ മീൻ രണ്ടുപേരാണെങ്കിൽ ഈച്ച് അതറും, രണ്ടിൽ ഒന്ന്, രണ്ട്, മൂന്ന്, അങ്ങനെ രണ്ടിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അങ്ങോട്ടുണ്ടെങ്കിൽ എന്ത് യൂസ് ചെയ്യും, വൺ അനദർ. ഇവിടെ നോക്കിയേ, മനു, വിജയും, രാമും തമ്മിൽ പരസ്പരം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാണ്, അബ്യൂസിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ദെൻ ടു മെൻ, രണ്ടുപേരും. ഓക്കെ, ടു മെൻ ഹേറ്റ് ഈച്ച് അതർ. രണ്ടുപേരും എന്ത് ചെയ്യാണ്, പരസ്പരം രണ്ടുപേരും എന്ത് ചെയ്യുന്നുണ്ട്, ഹേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ, വെറുക്കുന്നുണ്ട്. ഓക്കെ, ദെൻ ദേ ചീറ്റഡ് വൺ അനദർ. ദേ ചീറ്റഡ്. ദേ എന്ന് പറയുന്നുണ്ട്. ദേ എന്ന് പറയുമ്പോ എന്താ, ദേ എന്ന് പറയുമ്പോ എന്താ, രണ്ടുപേരാണോ, അല്ല, ഒരുപാട് പേരാണ്. ദേ എന്ന് പറയുന്നത് അവർ എന്നാണ്. ഓക്കെ, അപ്പൊ രണ്ടിൽ കൂടുതലുണ്ടെങ്കിൽ എന്ത് യൂസ് ചെയ്യും, രണ്ടിൽ കൂടുതലുണ്ടെങ്കിൽ മോർ ദാൻ ടു ആണെങ്കിൽ വൺ അനദറും, രണ്ടുപേരാണെങ്കിൽ എന്ത് യൂസ് ചെയ്യും, ഈച്ച് അതർ യൂസ് ചെയ്യും. അപ്പോ രണ്ടിൽ കൂടുതലാണെങ്കിൽ വൺ അനദറും, രണ്ടുപേരാണെങ്കിൽ എന്ത് യൂസ് ചെയ്യും, ഈച്ച് അതർ യൂസ് ചെയ്യും. നോട്ട് ചെയ്ത് വെക്കുക. രണ്ടിൽ കൂടുതലാണെങ്കിൽ വൺ അനദർ, രണ്ടുപേരാണെങ്കിൽ ഈച്ച് അതർ. റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ടിൽ കൂടുതൽ സബ്ജക്റ്റുകൾ തമ്മിൽ പരസ്പരം യോജിപ്പിക്കുന്ന വേർഡുകളാണ് എന്ത്, റെസിപ്രോക്കൽ പ്രൊനൗൺസ്. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആണ് അല്ലെ. ഓക്കെ, ദെൻ ഇന്ററോഗേറ്റീവ് പ്രോണൗൺസ്. ഇന്ററോഗേറ്റീവ് പ്രോണൗൺസ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ടെൻഷൻ ഒന്നുമില്ല അല്ലെ. ഒരുപാട് കാലമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. ക്വസ്റ്റ്യൻ ചോദിക്കാനാണല്ലോ വലിയ ടെൻഷനും ബുദ്ധിമുട്ടൊന്നുമില്ല. അതും വലിയ ബുദ്ധിമുട്ടൊന്നുമല്ല. കുറെ കാലമായിട്ട് കേൾക്കുന്നതാണ് വാട്ട്, ഹൂ, വിച്ച്, വേർ, വെന്ന് അല്ലെ. നമ്മൾ ഒരുപാട് കാലമായിട്ട് എപ്പോഴും നമുക്ക് ഏറ്റവും പെട്ടെന്ന് അറിയാവുന്ന വേർഡ് തന്നെ വാട്ടായിരിക്കും. വാട്ട് എന്ത് അല്ലെ, വാട്ട് ഇസ് യുവർ നെയിം. അതെ, അത് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലെ. അത് തന്നെയാണ് ഇതും. ഇന്ററോഗേറ്റീവ് പ്രോണൗൺസ് എന്ന് പറഞ്ഞാൽ they are pronouns asking questions. ഓക്കെ, ഇത് ക്വസ്റ്റ്യൻ വേർഡ് അല്ലേ എന്ന് തോന്നും അല്ലേ, പക്ഷെ ഇത് എന്താണ്, ഇന്ററോഗേറ്റീവ് പ്രോണൗൺസും ആണ്. എന്ത്, ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. എക്സാമ്പിൾ നോക്കൂ. ഹു ആർ യു, ദെൻ ഹു ആർ യു. വാട്ട് ഡു യു വാണ്ട്, എന്താണ്, വാട്ട് ഡു യു വാണ്ട്, നിനക്ക് എന്താണ് വേണ്ടത്. ഹു ഈസ് ഹി, ഓക്കെ. ദെൻ ഹു ഈസ് ദാറ്റ് ബാഗ്, ഹു ഈസ് ദിസ് ബാഗ്. ഓക്കെ, അത് ആരുടെ ബാഗാണ്. വിച്ച് ഈസ് യുവർ കാർ, എന്താണ്, വിച്ച് ഈസ് യുവർ
കാർ. ഹൂ ഇസ് യുവർ ഫാദർ? എന്താണ് ഹൂ ഇസ് യുവർ ഫാദർ? എന്താണ് ഇതൊക്കെ എന്താണ്? പെട്ടെന്നൊന്ന് പറഞ്ഞേ, ഇതെന്താണ്? ഒരുപാട് കാലമായിട്ട് നിങ്ങൾ ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വേർഡാണ്, പക്ഷെ ഇവിടെ ഞാൻ ഇത് എന്താണെന്ന് പറഞ്ഞു, ഇന്ററോഗേറ്റീവ് പ്രോണൗൺസ് ആണെന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. നിങ്ങൾക്കറിയാവുന്ന ക്വസ്റ്റ്യന് ഞാനൊരു പുതിയ പേരിട്ടു, അല്ലെ? അത് ഓക്കെ. Then relative pronouns. എന്താണ് relative pronouns? Okay, നോക്കാം. A relative pronouns used to connect. എന്താണ്? റിലേറ്റ് ചെയ്യാണ്, കണക്ട് ചെയ്യാണ്. എന്തൊക്കെ തമ്മിൽ? A clause, a phrase to a noun or pronoun. Okay, ഒരു നൗണിന്റെയും പ്രോണോണിന്റെയൊക്കെ ഇടയിൽ ഉണ്ടാവുന്ന ഒരു കണക്ഷൻ കൊടുക്കാനാണ്. ഓക്കെ, വാക്കുകൾ തമ്മിൽ നൗണും പ്രോണോണൊക്കെ തമ്മിൽ കണക്ട് ചെയ്യാണ്. എക്സാമ്പിളിന് ഒരു നൗണിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നൗണിലോട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? തിരിച്ചു പോയി കണക്ട് ചെയ്യാണ്. ഓക്കെ, നമ്മളൊരാളെ കാണുമ്പോൾ നമ്മൾ പറയും ആ ദാസ്, ഒക്കെ ദാസ്, അത് ദാസാണ്. ഓക്കെ, ആ ദാസിനാണ് അവാർഡ് കിട്ടിയിട്ടുള്ളത്. ആ ദാസിലോട്ട് ഞാൻ വീണ്ടും അങ്ങ് ബാക്ക് അടിച്ച് പോയി കണക്ട് ചെയ്യാണ്. ഓക്കെ, നമ്മളിവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ആ വ്യക്തിയെ കണ്ടു, ഓക്കെ, നമ്മൾ ദാസ്, അത് ദാസാണ്, ദാസാണ്, അത് ദാസാണ്. ഓക്കെ, ഇത് ദാസാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ വീണ്ടും അതിലോട്ട് കണക്ട് ചെയ്യാണ്. ആ ദാസിനാണ് അന്ന് അവാർഡ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്തു? ആ വ്യക്തിയിലോട്ട്, ആ നൗണിലോട്ട് എന്ത് ചെയ്തു? ഞാൻ വീണ്ടും എന്ത് ചെയ്തു? തിരിച്ചു വന്നു. വീണ്ടും അത് ആ ഒരു നൗണിലോട്ട് ഞാൻ എന്ത് ചെയ്തു? വീണ്ടും റിലേറ്റ് ചെയ്തു. നോക്കാം. ഓക്കെ, ദെൻ നമ്മൾ എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ കൊണ്ട് ആ വേർഡുകളൊക്കെ ഒന്ന് നോക്കാം. ഓക്കെ, ഇത് നമുക്ക് അറിയാവുന്ന വേർഡുകളാണ്. ഇത് നിങ്ങൾ ക്വസ്റ്റ്യൻ വേർഡ് ആയിട്ട് കാണരുത്. ഇത് റിലേറ്റീവ് പ്രോണൗൺ ആണ്. അത് അവിടെ തീർന്നു. ഇന്ററോഗേറ്റീവ് പ്രോണൗൺസ് എന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പ് തീർന്നു. ക്വസ്റ്റ്യൻ ചോദിക്കാനാണ്. ഇത് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കാനല്ല. ഇത് നമ്മൾ ഇനി എന്തിനാ യൂസ് ചെയ്യുന്നത്? റിലേറ്റീവ് പ്രോണൗൺ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നമുക്കുള്ള ധാരണയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള വേർഡ്സ് വെറും ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അല്ല കേട്ടോ. ചില സമയത്ത് അവരുടെ പെർഫോമിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? മാറ്റങ്ങൾ വരികയാണ്. ഓക്കെ, നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ച് പറഞ്ഞ സമയത്ത് നമുക്ക് ഓർമ്മയുണ്ടോ? വേർഡ്സുകൾ അവരുടെ പെർഫോമൻസിനനുസരിച്ച് മാറ്റുകയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഹൂ, ഹൂം, ഹൂസ്, വിച്ച്, വാട്ട്, വെൻ, വെർ, ഇവിടുത്തെ ക്വസ്റ്റ്യൻ വേർഡ്സ് അല്ല. ഇതിവിടെ എന്താണ്? റിലേറ്റീവ് പ്രോണൗൺസ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നൗണിലോട്ടോ പ്രോണൗണിലോട്ടോ ഒക്കെ എന്ത് ചെയ്യാണ്? തിരിച്ചു പോവാണ്, റിലേറ്റ് ചെയ്യാണ്. നൗണിനെയും പ്രോണൗൺസിനെയൊക്കെ എന്ത് ചെയ്യാണ്? ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. നോക്കാം, സെന്റൻസ് നോക്കാം. എക്സാമ്പിൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലിക്ക് ആവും. ഐ മെറ്റ് മണി. എന്താണ്? ഐ മെറ്റ് മണി, ഇതൊരു പേഴ്സൺ ആണ്. ഞാൻ ആ വ്യക്തിയെ കണ്ടു. ആ വ്യക്തി ആരാണ്? ഹു ഹാഡ് ജസ്റ്റ് റിട്ടേർഡ്. അതെന്താണ്? ഇപ്പൊ ജസ്റ്റ് കഴിഞ്ഞ് തവണ എന്ത് ചെയ്തു? റിട്ടേർഡ് ആയി പോയിട്ടുള്ള വ്യക്തിയാണ് ആര്? ഈ പറഞ്ഞ മണി. ഇത് ആരിലോട്ടാണ് ഈ ഹൂ പോയത്? ഈ ഹൂ പോയത് ആരിലേക്കാണ്? ഈ ഹൂ ആരിലോട്ടാണ് തിരിച്ചു പോയത്? ഒന്ന് പറഞ്ഞ്. ഈ ഹൂ ആരിലോട്ടാണ് തിരിച്ചു പോയത്? ഈ പറഞ്ഞ മണിയിലോട്ടാണ് തിരിച്ചു പോയത്, അല്ലെ? ഈ പറഞ്ഞ മണിയിലേക്ക് എങ്ങനെ തിരിച്ചു പോയി? ഹൂ എന്ന് പറയുന്ന ഒരൊറ്റ റിലേറ്റീവ് പ്രോണൗണിലൂടെയാണ് ആ വ്യക്തിയിലോട്ട് എന്ത് ചെയ്തത്? തിരിച്ചു പോയിട്ടുള്ളത്. ഓക്കെ, നോക്കാം. ഇങ്ങനെ ഹൂ, ഹൂം, ഹൂസ് എന്നൊക്കെ പറയുന്നത് എന്തിനാണ്? നമ്മൾ പേഴ്സൺസിന്, വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അധികം ഹൂം, ഹൂം, ഹൂസ് ഒക്കെ യൂസ് ചെയ്യുക. എന്തിനാണ്? പേഴ്സൺസിന് പറയാം, പേഴ്സൺ. ഓക്കെ, പേഴ്സണെ പറയാൻ വേണ്ടിയിട്ടാണ് അധികം. ആളുകളിലോട്ട് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് അധികം ഈ ഹൂം, ഹൂം, ഹൂസ് എന്നൊക്കെ പറയുന്നത് യൂസ് ചെയ്യാം. ഓക്കെ, ദെൻ ഇനി നമുക്ക് നോക്കാം. ഐ ഹാവ് ഫൗണ്ട് ദ പെൻ. ഐ ഹാവ് ഫൗണ്ട് ദ പെൻ. ഞാൻ എന്ത് ചെയ്തു? ഒരു പേന എന്ത് ചെയ്തു? ആ പേന എനിക്ക് കിട്ടി. ഒരു പേന എനിക്ക് കിട്ടി. അത് ഏത് പേന? വെറും പേനയൊന്നല്ല. വിച്ച് ഐ ഹാഡ് ലോസ്റ്റ്. വിച്ച് ഐ ഹാഡ് ലോസ്റ്റ് കണക്ട് ചെയ്യാണ്. ഏത് പേനയാണ്? ഏത് പേനയാണത്? ഐ ഹാഡ് ലോസ്റ്റ്, എനിക്ക് നഷ്ടപ്പെട്ട ആ പേനയാണ്. ആ പേനയിലോട്ട് എങ്ങനെ പോയി? ഇതാ ഇങ്ങനെ പോയി കണക്ട് ചെയ്തു. ഓക്കെ, ആ വിച്ച് വീണ്ടും ആരിലോട്ട് പോയി കണക്ട് ചെയ്തു? ആ പെന്നിലോട്ട് തന്നെ വീണ്ടും പോയി കണക്ട് ചെയ്തു. ഓക്കെ, ദെൻ അപ്പോ പലപ്പോഴും വസ്തുക്കളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വിച്ചൊക്കെ ഉപയോഗിക്കുക കേട്ടോ. ദെൻ ദിസ് ഈസ് ദ ബോയ് ഹൂം ഓർ ലൈക്ക്. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ ഹൂം, ഹൂം. ഓക്കെ, ഹൂം എന്താണ്? ഇവിടെ എന്താണ്? ബോയ് ആണ്. പേഴ്സണൽ പറയാനാണ് യൂസ് ചെയ്തത്. ദിസ് ഈസ് ദ ബോയ്, അത് ആ ആൺകുട്ടിയാണ് അല്ലെ? അത് അല്ലെങ്കിൽ ആ പെൺകുട്ടിയാണ്. എന്ത് പെൺകുട്ടി? അത് അവിടെ ഫേമസ് ആയിട്ടുള്ള ആ പെൺകുട്ടി അല്ലെ? അല്ലെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ആ കുട്ടിയാണത്. അപ്പൊ എന്ത് ചെയ്യണം? ആ കുട്ടിയിലോട്ട് നമ്മൾ വീണ്ടും എന്ത് ചെയ്യാണ്? കണക്ട് ചെയ്ത് കൊടുക്കാണ്. ആ നൗണിലോട്ട് തന്നെ എന്ത് ചെയ്യാണ്? റിലേറ്റ് ചെയ്ത് കൊടുക്കാണ്. നോക്കാം. ദിസ് ഈസ് ദ ബോയ്. എന്താണ്? ദിസ് ഈസ് ദ ബോയ്. എന്താണ്? ഇതാണ് എന്ത്? ആ ബോയ്. ആരാണ് ആ ബോയ്? ഓക്കെ, ആ ബോയ് ആരാണ്? ഹൂം ഓർ ലൈക്ക്. എന്താണ്?
whom you like, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ആ ബോയ്, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ആ വ്യക്തി. ഓക്കെ, തിരിച്ച് അങ്ങോട്ട് തന്നെ നമ്മൾ പോവാണ്, ആ ബോയിലോട്ട് തന്നെ പോവാണ്. എങ്ങനെ? ആ ബോയിലോട്ട് തന്നെയാണ് ഈ ഹൂം എന്ത് ചെയ്തത്, കണക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു. അപ്പൊ എന്താണ്, നൗണിലോട്ടും പ്രൊണൗണിലോട്ട് വീണ്ടും റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്ന പ്രൊണൗൺസ് ആണ് റിലേറ്റീവ് പ്രൊണൗൺസ്. ഓക്കെ, ഒരു എക്സാമ്പിൾ കൂടെ. ദിസ് ഈസ് ദ പെൻ, ദിസ് ഈസ് ദ പെൻ, അത് ആ പെന്നാണ്. ഇത് ആ പെന്നാണ്. ഏത് പെന്ന്? ദാറ്റ് ഐ ബ്രോട്ട് ഫോർ ഹിം, അവന് ഞാൻ വാങ്ങിക്കൊടുത്ത ആ പേനയില്ലേ, ആ പേനയാണിത്. ഓക്കെ, ആ പേനയിലോട്ട് അങ്ങ് കണക്ട് ചെയ്തത് കണ്ടോ? എന്തുകൊണ്ടാ കണക്ട് ചെയ്തത്? സിമ്പിൾ അല്ലേ, ദാറ്റ് കൊണ്ട് കണക്ട് ചെയ്തു. ഓക്കെ, അപ്പൊ ഇത് മാത്രമല്ല കേട്ടോ, ഒരുപാട് വാക്കുകൾ ഇനിയും ഉണ്ട് കണക്ട് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോ വേറും വെന്നൊക്കെ നമ്മൾ അധികം പ്ലേസുകളൊക്കെ വരുമ്പോ, വേറൊക്കെ പ്ലേസ് ഒക്കെ വരുമ്പോ, ഓക്കെ, ആ പ്ലേസ് എനിക്കറിയാം. ഏത് പ്ലേസ്? വേർ അവിടെ യൂസ് ചെയ്യും. എങ്ങനെ? ആ പ്ലേസ് എനിക്കറിയാം എന്നൊക്കെ പറയുന്ന ടൈമിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും? വേർ യൂസ് ചെയ്യും. ഓക്കെ, അപ്പോ ഒന്നും കൂടെ പറയാം. റിലേറ്റീവ് പ്രൊണൗൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? തിരിച്ച് നൗണിലോട്ടോ അല്ലെങ്കിൽ പ്രൊണൗണിലോട്ടിലോ ഒക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ത്? റിലേറ്റീവ് പ്രൊണൗൺസ്. ഓക്കെ, അപ്പോ എന്താണ് മക്കൾസെ? ഇത്രയാണ് പ്രൊണൗൺസ് ഉള്ളത്. ഓക്കെ, നമ്മൾ 2 ക്ലാസ്സുമായിട്ട് പ്രൊണൗൺസ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇതാ ഈ ഒരു ക്ലാസ്സോട് കൂടി പ്രൊണൗൺസ് എന്ന് പറയുന്ന ഭാഗം നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എപ്പോഴും പറയുന്ന പോലെ തന്നെ ഷോർട്സ് നോട്ട് എഴുതിയെടുക്കുക, ക്ലാസ് റിപ്പീറ്റ് ചെയ്ത് വീണ്ടും കാണാം. ഓക്കെ, ബൈ, see you next class with another simple beautiful grammar topic. Okay.